എല്ലാ പ്രിയ കൂട്ടുകാർക്കും PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ഇന്ത്യൻ ഭരണഘടന. സുപ്രീം കോടതി ഫെഡറൽ കോർട്ടായ വർഷം 1937. സുപ്രീം കോടതി ഫെഡറൽ കോർട്ടായ വർഷം 1937. സോഷ്യൽ ജസ്റ്റിസ് ബെഞ്ച് രൂപീകരിച്ച ചീഫ് ജസ്റ്റിസ് HL ദത്തു. സോഷ്യൽ ജസ്റ്റിസ് ബെഞ്ച് രൂപീകരിച്ച ചീഫ് ജസ്റ്റിസ് HL ദത്തു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യരാക്കണമെന്ന് സുപ്രീം കോടതി വിധി വന്നത് എന്നാണ്? 2013 ജൂലൈ 10. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യരാക്കണമെന്ന് സുപ്രീം കോടതി വിധി വന്നത് 2013 ജൂലൈ 10. സുപ്രീം കോടതി അഭിഭാഷകരായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതി മന്ദിരത്തിൻ്റെ ശില്പി ഗണേഷ് ഭിക്കാജി ദിലോലിക്കർ. സുപ്രീം കോടതി മന്ദിരത്തിൻ്റെ ശില്പി ഗണേഷ് ഭിക്കാജി ദിലോലിക്കർ. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്തെ ചീഫ് ജസ്റ്റിസ് അജിത് നാഥ് റായ് AN റായ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്തെ ചീഫ് ജസ്റ്റിസ് അജിത് നാഥ് റായ് AN റായ്. 1773 ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത്? റെഗുലേറ്റിംഗ് ആക്ട്. 1773 ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത്? റെഗുലേറ്റിംഗ് ആക്ട്. സർ എലിജ ഇംബെ ഏത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? കൊൽക്കത്ത. സർ എലിജ ഇംബെ ഏത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ജഡ്ജി ജോയിറ്റ മൊണ്ടാൽ, ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ജഡ്ജി ജോയിറ്റ മൊണ്ടാൽ, ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് സത്യശ്രീ ശർമിള, തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് സത്യശ്രീ ശർമിള, തമിഴ്നാട്. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഉള്ള കോടതി അധികാരം ജുഡീഷ്യൽ റിവ്യൂ. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ശബരിമല വിധിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഭൂരിപക്ഷ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഇന്ദു മൽഹോത്ര. ശബരിമല വിധിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഭൂരിപക്ഷ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഇന്ദു മൽഹോത്ര. പ്രത്യേക സമയങ്ങളിൽ സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനെ തടയുന്ന 1965 കേരള ഹിന്ദു പൊതു ആരാധന സ്ഥല പ്രവേശന ചട്ടത്തിലെ റദ്ദാക്കിയ വകുപ്പാണ് വകുപ്പ് 3B. പ്രത്യേക സമയങ്ങളിൽ സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുന്ന 1965 കേരള ഹിന്ദു പൊതു ആരാധന സ്ഥല പ്രവേശന ചട്ടത്തിലെ റദ്ദാക്കിയ വകുപ്പ് 3B. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ സുപ്രീം കോടതി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ സുപ്രീം കോടതി. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ ശമ്പളം, പെൻഷൻ എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 2. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ ശമ്പളം, പെൻഷൻ എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 2. സുപ്രീം കോടതി ജഡ്ജ് ആയതിനു ശേഷം ലോക്സഭാ സ്പീക്കർ ആയ വ്യക്തി KS ഹെഗ്ഡെ. സുപ്രീം കോടതി ജഡ്ജ് ആയതിനു ശേഷം ലോക്സഭാ സ്പീക്കർ ആയ വ്യക്തി KS ഹെഗ്ഡെ. സുപ്രീം കോടതി സീനിയർ അഭിഭാഷക പദവി നൽകിയ ആദ്യ വനിത ലീല സേത്ത്. രണ്ടാമത്തേത് ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതി സീനിയർ അഭിഭാഷക പദവി നൽകിയ ആദ്യ വനിത ലീല സേത്ത്. രണ്ടാമത്തേത് ഇന്ദു മൽഹോത്ര. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി അജ്മൽ കസബിനെ തൂക്കുമരം വിധിച്ച ജഡ്ജി
ML തഹ്ലാനി. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി അജ്മൽ കസബിനെ തൂക്കുമരം വിധിച്ച ജഡ്ജി ML തഹ്ലാനി. ഉജ്ജ്വൽ നിഗം ആണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഉജ്ജ്വൽ നിഗം ആണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. സുപ്രീം കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഹൈക്കോടതി ജഡ്ജിയെയാണ് സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജിയായി നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ഹൈക്കോടതി ജഡ്ജിയെയാണ് സുപ്രീം കോടതിയുടെ അഡ്ഹോക് ജഡ്ജിയായി നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ ചീഫ് ജസ്റ്റിസിന് ചുമതല വഹിക്കാൻ കഴിയാതെ വന്നാൽ സുപ്രീം കോടതിയിലെ സീനിയർ ആയ ജഡ്ജി ആയിരിക്കും രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ ചീഫ് ജസ്റ്റിസിന് ചുമതല വഹിക്കാൻ കഴിയാതെ വന്നാൽ സുപ്രീം കോടതിയിലെ സീനിയറായ ജഡ്ജി ആയിരിക്കും രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുക. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 28. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 28. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റ്. സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഇപ്പോൾ എത്ര വനിതകളാണുള്ളത്? 2. ഇന്ദു മൽഹോത്ര, ഇന്ദിരാ ബാനർജി. മറ്റൊരു വനിതാ ജഡ്ജി ആയിരുന്ന R ഭാനുമതി 2020 ജൂലൈ 17 റിട്ടയർഡായി. സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഇപ്പോൾ എത്ര വനിതകളാണുള്ളത്? 2. ഇന്ദു മൽഹോത്ര, ഇന്ദിരാ ബാനർജി. മറ്റൊരു വനിതാ ജഡ്ജി ആയിരുന്ന R ഭാനുമതി 2020 ജൂലൈ 17 റിട്ടയർഡായി. സുപ്രീം കോടതിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാദം ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. സുപ്രീം കോടതിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാദം ഏത് കേസാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. സുപ്രീം കോടതിയിലെ താൽക്കാലികമായി നിയമിക്കുന്ന ജഡ്ജിമാരുടെ സേവനകാലം എത്ര വർഷമാണ്? 2 വർഷം. സുപ്രീം കോടതിയിലെ താൽക്കാലികമായി നിയമിക്കുന്ന ജഡ്ജിമാരുടെ സേവനകാലം എത്ര വർഷമാണ്? 2 വർഷം. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110001. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110001. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യനാക്കണമെന്ന് സുപ്രീം കോടതി വിധിയെ തുടർന്ന് അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ പാർലമെന്റ് അംഗം റഷീദ് മസൂദ്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും അയോഗ്യനാക്കണമെന്ന് സുപ്രീം കോടതി വിധിയെ തുടർന്ന് അംഗത്വം നഷ്ടപ്പെട്ട ആദ്യ പാർലമെന്റ് അംഗം റഷീദ് മസൂദ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതി. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിൽ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എത്ര? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 പേര്. 1950 സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എത്ര? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34, നിലവിൽ 31. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34, നിലവിൽ 31. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹി. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹി. സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ്
ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി സ്ഥാപിതമാകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രതിമാസ ശമ്പളം 2,50,000. സുപ്രീം കോടതി ജഡ്ജിയുടെ പ്രതിമാസ ശമ്പളം 2,50,000. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ ശമ്പളം 2,80,000. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ ശമ്പളം 2,80,000. ഇപ്പോഴത്തെ സുപ്രീം കോടതി മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ട വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1954 ഒക്ടോബർ 29. ഇപ്പോഴത്തെ സുപ്രീം കോടതി മന്ദിരത്തിൻ്റെ തറക്കല്ലിട്ട വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1954 ഒക്ടോബർ 29. 1937 മുതൽ 1958 വരെ സുപ്രീം കോടതി പ്രവർത്തിച്ചിരുന്നത് എവിടെയാണ്? പാർലമെന്റ് മന്ദിരത്തിൻ്റെ പ്രിൻസസ് ചേംബറിൽ. 1937 മുതൽ 1958 വരെ സുപ്രീം കോടതി പ്രവർത്തിച്ചിരുന്നത് എവിടെയാണ്? പാർലമെന്റ് മന്ദിരത്തിൻ്റെ പ്രിൻസസ് ചേംബറിൽ. ഭരണഘടനാ തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ എന്നിവയുടെ കാവൽ മാലാഖ സുപ്രീം കോടതി. ഭരണഘടനാ തത്വങ്ങൾ, മൗലികാവകാശങ്ങൾ എന്നിവയുടെ കാവൽ മാലാഖ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം യഥോധർമ്മ സ്ഥതോ ജയ. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം യഥോധർമ്മ സ്ഥതോ ജയ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 50. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കാൻ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം എവിടെ? 1774 കൽക്കട്ട. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം എവിടെ? 1774 കൽക്കട്ട. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 129. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 129. ഭരണഘടനാ അനുച്ഛേദം 143 അനുസരിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസ് വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം 5. ഭരണഘടനാ അനുച്ഛേദം 143 അനുസരിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസ് വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം 5. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ആദ്യമായി ഇംപീച്ച്മെന്റിന് വിധേയനായ ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി. ലോകസഭയിലും ഇദ്ദേഹമാണ്. ആദ്യമായി ഇംപീച്ച്മെന്റിന് വിധേയനായ ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി. ലോകസഭയിലും ഇദ്ദേഹമാണ്. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ജഡ്ജി സൗമിത്ര സെൻ. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ജഡ്ജി സൗമിത്ര സെൻ. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ. 1993 നിലവിൽ വന്നു. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ. 1993 നിലവിൽ വന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പൊതു താൽപര്യ ഹർജി എന്ന ആശയം കൊണ്ടുവന്ന ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് PN ഭഗവതി. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പൊതു താൽപര്യ ഹർജി എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് PN ഭഗവതി. പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരം ജുഡീഷ്യൽ റിവ്യൂ. പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള കോടതിയുടെ അധികാരം ജുഡീഷ്യൽ റിവ്യൂ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. രാജ്യസഭയിലേക്ക്
രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസ് ഷൈറ ബാനു വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസ് ഷൈറ ബാനു വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത ഫാത്തിമ ബീവി. 1987 ഫാത്തിമ ബീവി ജഡ്ജിയാകുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ കേരളീയൻ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ കേരളീയൻ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ കേരളീയൻ ജസ്റ്റിസ് P ഗോവിന്ദ മേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ കേരളീയൻ ജസ്റ്റിസ് P ഗോവിന്ദ മേനോൻ. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ J കനിയ. സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ J കനിയ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി P സദാശിവം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി P സദാശിവം. തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പതഞ്ജലി ശാസ്ത്രി. തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പതഞ്ജലി ശാസ്ത്രി. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ജസ്റ്റിസ് YV ചന്ദ്രചൂഡൻ. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ജസ്റ്റിസ് YV ചന്ദ്രചൂഡൻ. ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി കമൽ നരൈൻ സിംഗ് 17 ദിവസം. ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി കമൽ നരൈൻ സിംഗ് 17 ദിവസം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. 2020 ജൂലൈയിൽ ഇന്ത്യയുടെ സഹകരണത്തോടെ പുതിയ സുപ്രീം കോടതി ബിൽഡിംഗ് നിലവിൽ വന്ന രാജ്യം മൗറീഷ്യസ്. 2020 ജൂലൈയിൽ ഇന്ത്യയുടെ സഹകരണത്തോടെ പുതിയ സുപ്രീം കോടതി ബിൽഡിംഗ് നിലവിൽ വന്ന രാജ്യം മൗറീഷ്യസ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. സംബന്ധിച്ചിട്ടുള്ള വകുപ്പ് 348. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. സംബന്ധിച്ചിട്ടുള്ള വകുപ്പ് 348. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ അച്ഛനും മകനും ആര്? HJ കനിയ, മകൻ MH കനിയ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ അച്ഛനും മകനും ആര്? HJ കനിയ, മകൻ MH കനിയ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ഡെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ഡെ. രാജ്യത്തെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ സോളിസിറ്റർ ജനറൽ. രാജ്യത്തെ രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥൻ സോളിസിറ്റർ ജനറൽ. പാർലമെന്റ് സംവിധാനത്തിൻ്റെ 3 ഘട്ടങ്ങൾ: എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ സഭ, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. പാർലമെന്ററി സംവിധാനത്തിൻ്റെ 3 ഘട്ടങ്ങൾ: എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ സഭ, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഫസ്റ്റ് എസ്റ്റേറ്റ് നിയമനിർമ്മാണ സഭ. സെക്കൻഡ് എസ്റ്റേറ്റ് കാര്യനിർവഹണ സഭ. തേർഡ് എസ്റ്റേറ്റ് നീതിന്യായ വകുപ്പ്. ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങൾ. ഫിഫ്ത്ത് എസ്റ്റേറ്റ് പൊതുജനാഭിപ്രായം. ഫസ്റ്റ് എസ്റ്റേറ്റ് നിയമനിർമ്മാണ സഭ. സെക്കൻഡ് എസ്റ്റേറ്റ് കാര്യനിർവഹണ സഭ. തേർഡ് എസ്റ്റേറ്റ് നീതിന്യായ വകുപ്പ്. ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങൾ. ഫിഫ്ത്ത് എസ്റ്റേറ്റ് പൊതുജനാഭിപ്രായം. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതി. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്?
രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഇന്ത്യയുടെ ഭരണ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ഇന്ത്യയുടെ ഭരണ ചുമതല വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷത്തിൽ കുറയാനും പാടില്ല. സുപ്രീം കോടതി ജഡ്ജിയാവാനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. സുപ്രീം കോടതി ജഡ്ജിയാവാനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി. കോർട്സ് ഓഫ് ഇന്ത്യ പാസ്റ്റ് ടു പ്രസന്റ് എന്ന പുസ്തകം രചിച്ചത് രഞ്ജൻ ഗൊഗോയ്. കോർട്സ് ഓഫ് ഇന്ത്യ പാസ്റ്റ് ടു പ്രസന്റ് എന്ന പുസ്തകം രചിച്ചത് രഞ്ജൻ ഗൊഗോയ്. ചില സുപ്രധാന വിധികൾ. സ്വവർഗരതി. നവതേജ് സിംഗ് ജോഹർ വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. 2018 സെപ്റ്റംബർ 6 IPC സെക്ഷൻ 377 പ്രകാരം കുറ്റകരമായിരുന്ന സ്വവർഗരതിയെ നിയമാനുസൃതമാക്കി. സ്വവർഗരതി നവതേജ് സിംഗ് ജോഹർ വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 സെപ്റ്റംബർ 6 IPC സെക്ഷൻ 377 പ്രകാരം കുറ്റകരമായിരുന്ന സ്വവർഗരതിയെ നിയമാനുസൃതമാക്കി. മുത്തലാഖ്. ഷൈറ ബാനു വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മുത്തലാഖ് സമ്പ്രദായത്തെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന കാരണത്താൽ നിരോധിച്ച വർഷം 2017 ഓഗസ്റ്റ് 22. മുത്തലാഖ് ആർട്ടിക്കിൾ 14 ലംഘനം ആണെന്ന് ജസ്റ്റിസ് നരിമാൻ, ജസ്റ്റിസ് ലാലിത് എന്നിവരടങ്ങുന്ന ബെഞ്ച് വിലയിരുത്തി. മുത്തലാഖ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ്. മുത്തലാഖ്. ഷൈറ ബാനു വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മുത്തലാഖ് സമ്പ്രദായത്തെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാരണത്താൽ നിരോധിച്ച വർഷം 2017 ഓഗസ്റ്റ് 22. മുത്തലാഖ് ആർട്ടിക്കിൾ 14 ലംഘനം ആണെന്ന് ജസ്റ്റിസ് നരിമാൻ, ജസ്റ്റിസ് ലാലിത് എന്നിവരടങ്ങുന്ന ബെഞ്ച് വിലയിരുത്തി. മുത്തലാഖ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രവിശങ്കർ പ്രസാദ്. ദയാവധം. കോമൺ കോസ് വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഒരു സാധ്യതയും ഇല്ലാത്തവർക്ക് മാന്യമായുള്ള ദയാവധം ഒരു മൗലിക അവകാശം ആണെന്ന് സുപ്രീം കോടതി വിധിച്ചത് 2018 മാർച്ച് 9. അരുൺ രാമചന്ദ്രൻ ഷാൻബൌഗ് വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2011 കേസ് ദയാവധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയാവധം കോമൺ കോസ് വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഒരു സാധ്യതയുമില്ലാത്തവർക്ക് മാന്യമായി ഉള്ള ദയാവധം ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് 2018 മാർച്ച് 9. അരുൺ രാമചന്ദ്രൻ ഷാൻബൌഗ് വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2011 കേസ് ദയാവധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവാഹേതര ലൈംഗിക ബന്ധം. ജോസഫ് ഷൈൻ വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. IPC സെക്ഷൻ 497, CRPC 198(2) എന്നീ വകുപ്പുകൾ റദ്ദാക്കിക്കൊണ്ട് വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. വിവാഹേതര ലൈംഗിക ബന്ധം. ജോസഫ് ഷൈൻ വൈസസ് യൂണിയൻ ഓഫ് ഇന്ത്യ. IPC സെക്ഷൻ 497, CRPC 198(2) എന്നീ വകുപ്പുകൾ റദ്ദാക്കിക്കൊണ്ട് വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനം. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വൈസസ് കേരള സർക്കാർ. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാം എന്ന വിധി വന്നത് 2018 സെപ്റ്റംബർ 28. വിധി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ്
ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. ശബരിമല സ്ത്രീ പ്രവേശനം. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വൈസസ് കേരള സർക്കാർ. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാം എന്ന വിധി വന്നത് 2018 സെപ്റ്റംബർ 28. വിധി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്.